ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ക്യാപ്പിൻ്റെ ഡിസൈനിലുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ചെറിയതായിട്ടുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കൊണ്ട് മടക്കുക, എന്നിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കപ്പലണ്ടിയൊക്കെ പൊതിയുന്ന ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ആ താഴെ എക്സസ് ഉള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതായത് കറക്റ്റ് ഒരു സർക്കിൾ പോലെ നമുക്ക് വെക്കുമ്പോൾ ആ ഒരു ക്യാപ്പ് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ രണ്ട് സൈഡും നമ്മളൊന്ന് പൊക്കി ഒന്ന് കർവ് ചെയ്ത് വെട്ടുക കേട്ടോ. അതായത് രണ്ടറ്റവും കുറച്ച് ലെങ്ത് ഉണ്ടാവണം. സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റൗണ്ട് പോലെ വേണം വരാൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വരേണ്ടത്. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഏകദേശം 1 സെൻറ്റിമീറ്റർ മാത്രം വീതിയുള്ള സിൽവർ കളറുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആ റെഡ് പോർഷൻ കവർ ചെയ്ത് ആ സർക്കിൾ പോർഷൻ കവർ ചെയ്തെടുക്കാൻ എത്രയാണോ വേണ്ടത് അത്രയും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു വൈറ്റ് കളറിലുള്ള പോംപോം എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അത് ക്യാപ്പിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേറെ ഏതെങ്കിലും പശകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കൂടുതൽ എടുക്കും അതൊന്ന് സ്റ്റിക്ക് ആവാൻ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇനി ഞാൻ ഇതുപോലൊരു ക്യാൻവാസിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ക്യാപ്പിൻ്റെ സർക്കിൾ കൊള്ളുന്ന ഭാഗത്തിനുള്ള ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട്. അതായത് ഒരു നല്ല ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ഞി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസ് ഷീറ്റ് ഇപ്പം നമ്മൾ എടുത്തില്ലേ, അത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ എക്സസ് ഉള്ള പോർഷൻസ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യും കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് ഒട്ടണം കേട്ടോ, അല്ലെങ്കിൽ ആ പഞ്ഞി താഴേക്ക് വരും. ആ പഞ്ഞി വെച്ചിട്ടുള്ളത് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അമർത്തി അതിനൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് അറ്റാച്ച് ചെയ്തിട്ട് അത് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനിതിനെ ഒരു വെറൈറ്റി തൊപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ കൂടെ ഒരു സിൽവർ കളർ നമ്മൾ താഴെ വെച്ച ആ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന തൊപ്പിയിൽ നിന്ന് ഒരു ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചെറിയൊരു പീസ് എടുത്തത്. നിങ്ങൾ ഈ ഒരു വൈറ്റ് പോർഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെയ്ത ആ ഒരു സൈഡിൽ കൂടെ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സർക്കിളായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക റെഡ് കളർ എടുക്കുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മതി. എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പീസായാലും കുഴപ്പമില്ല. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.